ആമസോണിന്റെ സിഇഒ ആൻഡി ജാസി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. തൊട്ടു പിന്നാലെ ആമസോൺ 13 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ അധിക ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ നടത്താൻ തീരുമാനിച്ചുവെന്ന് പ്രഖ്യാപിക്കുകയാണ്. അതും 2030 മുമ്പായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ മാത്രമല്ല ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന ആമസോണിന്റെ പ്രഖ്യാപനമാണ്. നിലവിൽ ആമസോൺ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം 48 ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രം. ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ടോട്ടൽ GDP-യേക്കാൾ വരുമെന്ന് തോന്നുന്നു ഈ 48 ബില്യൺ ഡോളർ. അത്രമാത്രം വലിയൊരു തുകയാണ്. അതാണ് ആമസോൺ എന്ന് പറയുന്ന ഒറ്റ കമ്പനി മാത്രം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ കമ്പനിയുടെയും കാര്യം നമുക്ക് വഴിയെ നോക്കാം. സത്യത്തിൽ ഇന്ത്യ അമേരിക്കയെ 4 പാടും ചങ്ങലയിട്ട് ബന്ധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ആഗോള ടെക് ഭീമന്മാരായിട്ടുള്ള കമ്പനികളിൽ ഒന്നാണ് ആമസോൺ. ഇന്ത്യയിൽ വരും വർഷം, അതായത് 2026 മുതൽ 30 വരെയുള്ള കാലയളവിലാണ് 48 ബില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ബില്യൺ എന്നൊക്കെ പറയുമ്പോൾ കുറെ ആളുകൾക്ക് സംശയം തോന്നാം. നമുക്ക് രൂപയിലോട്ട് ഇതൊന്ന് കൺവേർട്ട് ചെയ്യാം. രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ എന്ന് പറയുന്ന ഒറ്റ കമ്പനി മാത്രം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 4 ലക്ഷം കോടിയിലധികം രൂപയാണ്. ഇത്രയും പൈസ ഇവർ എന്താണ് ഇന്ത്യയിൽ ചെയ്യാൻ പോകുന്നതെന്ന് പിന്നെയും സംശയം തോന്നാം. മറ്റൊന്നുമല്ല, ഇവർ പ്രധാനമായിട്ട് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലും ക്ലൗഡ് മേഖലയിലുമാണ്. ആകെ 48 ബില്യൺ ഡോളറിൽ 21 ബില്യൺ ഡോളറിലധികം തുകയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ വികസനത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ്. ആമസോണിന്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിഭാഗമായിട്ടുള്ള ആമസോൺ വെബ് സർവീസസ് വഴിയാണ് ഇതിൽ ഭൂരിഭാഗവും നിക്ഷേപിക്കാൻ പോകുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 13 ബില്യൺ ഡോളറിന്റെ നിക്ഷേപം പ്രധാനമായിട്ടും മുംബൈ, ഹൈദരാബാദ് എന്നീ മേഖലകളിലെ AI ക്ലൗഡ് ഡാറ്റാ സെന്ററുകളുടെ വിപുലീകരണത്തിനായിട്ടാണ് ഉപയോഗിക്കുക. ഇത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്കും വൻകിട കമ്പനികൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ആമസോണിന്റെ അത്യാധുനിക AI ചിപ്പുകളും സാങ്കേതിക വിദ്യകളും വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കും. സത്യത്തിൽ ആഗോള ടെക് ഭീമന്മാരുടെ പോരാട്ട ഭൂമിയായിട്ട് ഇന്ത്യ മാറുകയാണ്. ഇന്ത്യ ഒരു തന്ത്രപ്രധാന ആഗോള ഡീപ് ടെക് ഹബ്ബാക്കി മാറ്റാൻ മുൻനിര US കമ്പനികൾ തമ്മിൽ വലിയ മത്സരമാണ് നടക്കുന്നത്. ആമസോണിന് പുറമെ നിരവധി ലോകോത്തര മുൻനിര കമ്പനികളാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് ഇന്ത്യയിലെ AI ക്ലൗഡ് മേഖലയ്ക്കായിട്ട് 17.5 ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് പ്ലാൻ ചെയ്യുന്നത്. ഗൂഗിള് AI ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതിനായിട്ട് 15 ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് പ്ലാൻ ചെയ്യുന്നത്. 2010 മുതൽ 2030 വരെയുള്ള കാലയളവിൽ മാത്രം ആമസോൺ ഇന്ത്യയിൽ നടത്തുന്ന ആകെ നിക്ഷേപം 88 ബില്യൺ ഡോളർ കടക്കും. ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകരിൽ ഒന്നായിട്ട് ആമസോൺ മാറുകയാണ്. ഇ കൊമേഴ്സ് കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും ചെറുകിട ബിസിനസ്സുകളെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുമൊപ്പം ഇന്ത്യയിൽ 38 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ നിക്ഷേപം സഹായിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. കൂടാതെ തങ്ങളുടെ അതിവേഗ ഡെലിവറി സർവീസ് ആയിട്ടുള്ള ആമസോൺ നൗ ഇന്ത്യയിലെ 300-ലധികം നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനും കമ്പനിക്ക് പദ്ധതിയുണ്ട്. ഇന്ത്യയുടെ ഡിജിറ്റൽ AI സ്വപ്നങ്ങൾക്ക് വൻ കുതിപ്പേകുന്നതാണ് ആമസോണിന്റെ ചരിത്രപരമായ ഈ ചുവടുവയ്പ്. ആഗോള സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ അധികാരമാറ്റത്തിന്റെ കഥയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 1980കളിലും 90കളിലും അമേരിക്കൻ കമ്പനികൾ തങ്ങളുടെ ഫാക്ടറികളും നിർമ്മാണ യൂണിറ്റുകളും ചൈനയിലേക്ക് മാറ്റിയതാണ് ചൈനയെ ഇന്നത്തെ ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റിയത്. എന്നാൽ ഇന്ന് ആഗോള സാമ്പത്തിക രംഗത്ത് വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന US ടെക് ഭീമന്മാർ തങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപങ്ങൾക്കായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുക്കുന്നത് ഇന്ത്യയാണ്. വെറുമൊരു ഉപഭോക്തൃ വിപണി എന്നതിനപ്പുറം AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സെമി കണ്ടക്ടർ എന്നീ ഡീപ് ടെക് മേഖലകളുടെ ആഗോള തലസ്ഥാനമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. 1980കളില് പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ വൻകിട ഫാക്ടറികൾ ചൈനയിലേക്ക് മാറ്റിയപ്പോൾ അത് ചൈനയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. കുറഞ്ഞ ചിലവിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള ചൈനയുടെ ശേഷി അവരെ ലോകത്തെ 2ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി ഉയർത്തി. എന്നാൽ 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം സാങ്കേതിക വിദ്യയുടെ ലോകം ഭരിക്കുന്ന 5 US കമ്പനികൾ മൈക്രോസോഫ്റ്റ്, ആമസോൺ, മെറ്റ, ആപ്പിൾ, ആൽഫബറ്റ് അഥവാ ഗൂഗിൾ തങ്ങളുടെ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഇത് കേവലം ഫാക്ടറികൾ സ്ഥാപിക്കലല്ല, മറിച്ച് ലോകത്തിന്റെ ഡിജിറ്റൽ തലച്ചോറ് ഇന്ത്യയിലേക്ക് മാറ്റുന്നതിന് തുല്യമാണ്. ആമസോൺ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡി ജാസി പ്രഖ്യാപിച്ചതാണ് 48 ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ്. മൈക്രോസോഫ്റ്റിന്റെയും ഗൂഗിളിന്റെയും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി മെറ്റയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മാതൃ കമ്പനിയായ മെറ്റ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസുമായി കൈകോർത്ത് ഇന്ത്യയിലെ തങ്ങളുടെ ആദ്യത്തെ AI എനാബിൾഡ് ഡാറ്റാ സെന്റർ ഗുജറാത്തിലെ ജാംനഗറിൽ സ്ഥാപിക്കുകയാണ്. 168 മെഗാവാട്ട് ശേഷിയുള്ള ഈ കൂറ്റൻ കേന്ദ്രം മെറ്റയുടെ ആഗോള AI ശേഷിയെ വൻതോതിലാണ് വർദ്ധിപ്പിക്കാൻ പോകുന്നത്. മുമ്പ് ജിയോ പ്ലാറ്റ്ഫോംസിൽ മെറ്റ നടത്തിയ $5.7 ബില്യൺ നിക്ഷേപത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ചുവടുവയ്പ്പാണിത്. അമേരിക്കൻ ഭീമനായിട്ടുള്ള ആപ്പിൾ മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോണുകൾ നിർമ്മിക്കുകയാണ്. നിർമ്മാണ മേഖലയിൽ ചൈനയ്ക്ക് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണ് ആപ്പിളിന്റെ ഇന്ത്യയിലേക്കുള്ള മാറ്റം. ഈ സാമ്പത്തിക വർഷത്തോടെ 2026-27 ലോകത്ത് വിൽക്കുന്ന ആകെ ഐഫോണുകളുടെ 32% ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് ആപ്പിളും അവരുടെ വിതരണക്കാരായിട്ടുള്ള ഫോക്സ്കോണും ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ നേരിട്ടുള്ള ആപ്പിൾ സ്റ്റോറുകൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വരും വർഷങ്ങളിൽ തങ്ങളുടെ ഉൽപാദനത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിലേക്ക് മാറ്റാൻ ആപ്പിൾ നിക്ഷേപങ്ങൾ ദ്രുതഗതിയിലാക്കുകയാണ്. ഇന്ത്യയിലെ വിവര സാങ്കേതിക മേഖലയിലെ നിക്ഷേപങ്ങൾ വൻതോതിൽ വർദ്ധിക്കുകയാണ്. വിപണി നിരീക്ഷകരായിട്ടുള്ള സ്ഥാപനങ്ങളുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ IT മേഖലയിലെ ചെലവഴിക്കൽ $176.3 ബില്യൺ കടക്കുമെന്നാണ് പ്രവചനം. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഉപഭോക്തൃ ശൃംഖലയുള്ളതും കുറഞ്ഞ ചിലവിൽ ലഭ്യമാവുന്ന ലക്ഷക്കണക്കിന് IT വിദഗ്ധരുമാണ് ആഗോള കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത്. പഴയ കാലത്തെ മാനുഫാക്ചറിംഗ് നിക്ഷേപങ്ങൾ കേവലം തൊഴിലാളികളെ മാത്രമാണ് സൃഷ്ടിച്ചത് എങ്കിൽ ഇന്നത്തെ ടെക്നോളജി നിക്ഷേപങ്ങൾ ഇന്ത്യയിലെ യുവാക്കളെ ആഗോള സാങ്കേതിക വിദ്യയുടെ മുൻനിരക്കാരാക്കി തന്നെ മാറ്റും. ഡാറ്റാ സെന്ററുകൾ, സെമി കണ്ടക്ടർ പ്ലാന്റുകൾ, AI റിസർച്ച് ലാബുകൾ എന്നിവ വഴി ഇന്ത്യ ലോകത്തിന്റെ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു പുതിയ ആഗോള സാമ്പത്തിക ശക്തിയായിട്ട് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിധത്തിൽ ഇന്ത്യയിലേക്ക് അമേരിക്കൻ ടെക് ഭീമന്മാർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇന്ത്യക്കെതിരെ ഉപരോധ ഭീഷണി പോലെയുള്ള കാര്യങ്ങൾ മുഴക്കാൻ അമേരിക്കയ്ക്ക് കഴിയാതെ വരുമെന്നതാണ് ഇതിൽ അമേരിക്ക നേരിടാൻ പോകുന്ന വെല്ലുവിളി. അതായത് ഇന്നിപ്പോൾ ചൈനയുടെ മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക ഭയപ്പെടുന്ന അതേ കാര്യങ്ങൾ തന്നെ ഭാവിയിൽ ഇന്ത്യയുടെ കാര്യത്തിലും അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരും. മറ്റൊരു രൂപത്തിലാണെന്ന് മാത്രം. ഇനിയുള്ളതൊരു ഡിജിറ്റൽ കാലമാണ് വരാൻ പോകുന്നത്. ഇന്റർനെറ്റിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഒക്കെ കാലം. ഇന്ത്യ ഒരേ സമയം തന്നെ മാനുഫാക്ചറിംഗ് പവർ ആകുന്നതിനോടൊപ്പം തന്നെ ടെക്നോളജി രംഗത്തും അതിവേഗത്തിൽ ഇൻവെസ്റ്റ്മെന്റ്സ് സ്വീകരിക്കുന്നതിലൂടെ ശരിക്കും ചൈനയേക്കാൾ വേഗത്തിൽ അതിവേഗത്തിൽ കുതിക്കാൻ ഇന്ത്യ ഇത് സഹായിക്കും. അമേരിക്കയിലെ ടെക് ഭീമന്മാർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അമേരിക്കയിൽ ആര് അധികാരത്തിലേക്ക് എത്തിയാലും ഇന്ത്യക്കെതിരായിട്ടുള്ള നടപടികൾ എടുക്കാൻ അല്ലെങ്കിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ആലോചിച്ചാൽ 1000 വട്ടം അവർക്ക് ചിന്തിക്കേണ്ടി വരും. മേൽപ്പറഞ്ഞ ടെക് ഭീമന്മാരുടെ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ മുമ്പിലെ ഒരു വലിയ വിലങ്ങുതടിയായി കിടക്കുകയും ചെയ്യും. ഇത് ശരിക്കും ഭാവിയിൽ ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യാൻ പോകുന്ന കാര്യം തന്നെയാണ്. വളരെ തന്ത്രപരമായിട്ട് നരേന്ദ്രമോദി ഭരണകൂടം മാക്സിമം അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് എത്തിച്ച് അമേരിക്കയെ എന്നേക്കുമായിട്ട് ഇന്ത്യയിൽ കുടുക്കിയിടാനുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ പുറകിൽ നടത്തുന്നു എന്ന് സംശയിക്കേണ്ടി വരും. കാരണം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ തൊഴിലവസരങ്ങൾ ഉണ്ടാവും, എക്കണോമിക്ക് ഗുണമാണ്, ടെക്നോളജി രംഗത്ത് വലിയ കുതിപ്പ് നടത്താനൊക്കെ നമുക്ക് പറ്റും. അതോടൊപ്പം തന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ നമുക്ക് എന്നേക്കുമായിട്ട് ചൈന ചെയ്ത അതേ കാര്യത്തെ മറ്റൊരു രൂപത്തിൽ ഇന്ത്യ ഇവിടെ ലോക്ക് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.